ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ തമ്പനെയിലിനെ കുറിച്ചാണ്. യൂട്യൂബിൽ തമ്പനെയിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് തമ്പനെയിൽ നിർമ്മിക്കുന്നത്, അതെങ്ങനെ യൂട്യൂബിൽ നമ്മളത് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പഠിക്കാം. നമുക്ക് വീഡിയോസിന് റീച്ചൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ തമ്പനെയിൽ നോക്കിയിട്ട് തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിലാണെങ്കിൽ അത് നോക്കിയിട്ട് ആളുകൾ അത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നവരുണ്ട്. അതായത് തമ്പനെയിൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീഡിയോസ് റീച്ച് കിട്ടാൻ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തമ്പനെയിൽ. തീർച്ചയായിട്ടും വളരെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിൽ നിർമ്മിക്കുന്നത് ഇങ്ങനെയൊരു തമ്പനെയിൽ നിർമ്മിക്കാനല്ല, നമ്മുടെ കണ്ടൻറ്റിന് അനുയോജ്യമായിട്ടുള്ള തമ്പനെയിൽ അത് നല്ല അട്രാക്റ്റീവായിട്ട് വളരെ വളരെ നന്നായിട്ടത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തമ്പനെയിൽ യൂസ് ചെയ്തിട്ട് വ്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വ്യൂസ് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇവിടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സിനാണ്. പലരും തമ്പനെയിൽ നിർമ്മിക്കാൻ അറിയാം, തമ്പനെയിൽ യൂസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് റീച്ച് കിട്ടുന്നവർ, വ്യൂസ് കിട്ടുന്നവരൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ പുതിയ യൂട്യൂബേഴ്സിനാണ്, അറിയാത്ത യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്. അതായത് തമ്പനെയിൽ എങ്ങനെ നിർമ്മിക്കാം, തമ്പനെയിൽ നിർമ്മിച്ച് ബേസിക് മാത്രമാണ് ഞാൻ പറയുന്നത്. അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിലല്ല ഞാൻ ഇവിടെ നിർമ്മിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബേസിക് പറഞ്ഞിട്ട് വീഡിയോ ഓവർ ലെങ്ത് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബേസിക്സ് മാത്രം പറഞ്ഞിട്ട് അത് യൂട്യൂബിലേക്ക് നമ്മുടെ യൂട്യൂബിൽ ആ വീഡിയോയിലോട്ട് എങ്ങനെ തമ്പനെയിൽ കസ്റ്റം ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും പുതിയ യൂട്യൂബേഴ്സ് അറിയാത്തവർ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോ. അത് നമ്മൾ തമ്പനെയിൽ ക്ലിക്ക് ചെയ്യുന്നു. തമ്പനെയിലിൻ്റെ ആപ്ലിക്കേഷനാണ്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അതിൽ തമ്പനെയിൽ മേക്കർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോട്ടോസ് മറ്റേതെല്ലാം കാണണമെങ്കിൽ ക്യാമറയുടെ പിക്ചർ കാണുന്നതാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും മറ്റതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തമ്പനെയിൽ കണ്ടോ, ഇതിൽ കാണും. ഇതിലുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വരാം. ഇത് വെച്ചിട്ട് നമുക്കും എഡിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ തൊട്ടിപ്പുറത്ത് താഴത്ത് കാണുന്ന 2 മനുഷ്യരുടെ പിക്ചറുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, ഏത് വേണമെങ്കിലും ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് മറ്റതൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനത് ക്ലിക്ക് ചെയ്തു. അതിപ്പോൾ നമ്മുടെ തമ്പനെയിൽ മേക്കർ സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമുക്കിനി ടൈപ്പ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് താഴത്ത് കാണുന്നു. ഇതൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ എന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളം ആവശ്യമാണ്. ഞാൻ മലയാളം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അഡീഷണൽ സെറ്റിങ്സിൽ പോയി കറണ്ട് കീബോർഡ് മലയാളം ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. മലയാളത്തിൽ വന്ന് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അടുത്തതിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കോവിഡ് വാക്സിൻ കാഞ്ഞങ്ങാട് എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഞാനത് തമ്പനെയിൽ മേക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യുകയാണ്, ടൈപ്പ് ചെയ്യുകയാണ്. നമുക്ക് കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാം. കളേഴ്സ് മാത്രമല്ല, ഒരുപാട് ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം. കളേഴ്സ് ക്ലിക്ക് ചെയ്യാണ്. അവിടെ കളേഴ്സുകൾ ഞാൻ ഓരോ ഫോണ്ടുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതുപോലെ. ഇത് മാത്രമല്ല ഓപ്ഷൻ, തൊട്ടപ്പുറത്ത് കാണുന്ന ടീയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരുപാട് നമുക്ക് എഡിറ്റിങ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. ഇപ്പോൾ നമുക്ക് കളേഴ്സ് ഇവിടെ കളേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്തു.
അതിന് തൊട്ടപ്പുറത്ത് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് സൗജന്യ കോവിഡ് വാക്സിൻ കാഞ്ഞങ്ങാട്. ആ ഒരു പോസ്റ്റാണ് എനിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ആ പോസ്റ്റിന് ചെയ്യേണ്ടത് കൊണ്ട് ഞാനിവിടെ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സൗജന്യ കോവിഡ് വാക്സിൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വമ്പിച്ച തിരക്ക്, അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്യാം. ഇതുമാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് ഈ ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ മനസ്സിലാവും. തമ്പനെയിൽ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അത് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യോജിച്ച, അതായത് നമ്മുടെ തമ്പനെയിലിന് യോജിച്ചതനുസരിച്ചുള്ള നിങ്ങൾക്ക് ഫോണ്ടുകളും എല്ലാം നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൗജന്യ കോവിഡ് വാക്സിൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇത് ഞാനൊരു ബേസിക്കായിട്ട് മാത്രമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ കൂടുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് റീച്ച് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ കറക്റ്റ് ബേസിക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇത് സേവ് ചെയ്തിരിക്കുകയാണ്. സേവ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം. യൂട്യൂബ് അപ്ലോഡ് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഏത് വീഡിയോയിലാണോ അത് ക്ലിക്ക് ചെയ്യേണ്ടത് അവിടത്തേക്ക് പോകും. ഞാനിവിടെ സൗജന്യ കോവിഡ് വാക്സിൻ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന വീഡിയോക്കാണ് ഇവിടെ പെൻസിൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്, എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വീണ്ടും എഡിറ്റിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റം തമ്പനെയിൽ പറഞ്ഞ ഓപ്ഷൻ കാണാം. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ വീഡിയോയിൽ അവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഇത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. നന്നായിട്ട് എല്ലാ വീഡിയോയ്ക്കും നല്ല അടിപൊളി തമ്പനെയിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, ക്രിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അട്രാക്റ്റീവ് ആണെങ്കിൽ, നിങ്ങളുടെ വീഡിയോ തമ്പനെയിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളുടെ തമ്പനെയിൽ കണ്ടിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് റീച്ച് ചെയ്യാൻ കൂടുതൽ. തമ്പനെയിലിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ സ്ക്രീൻ കൊടുക്കുക, കാർഡ് കൊടുക്കുക എന്നൊക്കെ. അതും പലർക്കും അറിയില്ല. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോൾ ഇൻഫോർമേഷൻസും ടിപ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.